നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയും അതിൻ്റെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കയുമായി ബന്ധപ്പെട്ട് സൂറത്ത് സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ അമിത് തിവാരി സമർപ്പിച്ച പരാതികളും ഉന്നയിച്ച ചോദ്യങ്ങളും രാജ്യത്ത് സുതാര്യതയും നിയമവ്യവസ്ഥയും പാലിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് വിദേശത്ത് കോടികൾ മുടക്കി വിദ്യാഭ്യാസം നേടുക എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്ത കാര്യം തന്നെയാണ്. മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ജൂനിയർ എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഭഗവാൻഡോവു ദീപ്കയുടെ പ്രതിമാസ ശമ്പളം 60,000-നും 65,000-നും രൂപയിൽ ഇടയിലായിരുന്നു. വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. ഈ ഒരു പരിമിതമായ വരുമാനം മാത്രം കൈപ്പറ്റിയിരുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ മകനായ അഭിജിത്ത് ദീപ്കയ്ക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ ആവശ്യമായ ഭീമമായ സാമ്പത്തിക ചെലവുകൾ എങ്ങനെ താങ്ങാൻ കഴിഞ്ഞു എന്നത് ന്യായമായും സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. രാജ്യത്ത് അഴിമതിക്കെതിരെയും സാമ്പത്തിക സുതാര്യതയ്ക്കെതിരെയും ശബ്ദമുയർത്തുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്നത് വിരോധാഭാസമാണ്. പൊതുജീവിതത്തിൽ പങ്കാളികളാകുന്നവർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ആസ്തികളെക്കുറിച്ചും വരുമാന മാർഗങ്ങളെക്കുറിച്ചും പൂർണ്ണമായ സത്യസന്ധത പുലർത്തണമെന്നതാണ് BJP മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മൂല്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ അമിത് തിവാരി മഹാരാഷ്ട്ര സർക്കാരിന് നൽകിയ പരാതിയും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കവും തികച്ചും സ്വാഗതാർഹവും ജനാധിപത്യ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതുമാണ്. രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുമ്പോഴും അവയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇതിലെ ജനാധിപത്യ നിയമം 1951 സെക്ഷൻ 29A പ്രകാരം ഏതൊരു രാഷ്ട്രീയ സംഘടനയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യണമെന്ന് സുപ്രധാനമായ ഒരു വ്യവസ്ഥയുണ്ട്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ ഒരു സംഘടന ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തെ പോലും വലിയ അവ്യക്തതയാണ്. രജിസ്റ്റർ ചെയ്യാത്ത സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ന അവകാശവാദവുമായി ജനങ്ങളെ സമീപിക്കുന്നതും സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് കാണാൻ കഴിയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾക്ക് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകളും ഫണ്ടിങ്ങിന്റെ ഉറവിടങ്ങളും കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത സംഘടനകൾ എങ്ങനെയാണ് പൊതുജനങ്ങളുടെ ഉന്നമനത്തിനായി സംസാരിക്കുക എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ചയ്ക്കും ഭരണഘടനയ്ക്കും അതീതമായി ആരും തന്നെയില്ല എന്ന നിലപാടിലാണ് എന്നും BJP നിലകൊള്ളുന്നത്. ഈ ഒരു നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസിന്റെ നടപടികൾ നേരിടുന്ന സമരക്കാർക്ക് നിയമസഹായം നൽകുന്നതിനായി മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ MPയുമായ കപിൽ സിബൽ 1 കോടി രൂപയുടെ ലീഗൽ ഡിഫൻസ് ഫണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ ചർച്ചയായിരുന്നു. സമരക്കാരുടെ പേരിൽ നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങൾക്ക് പിന്നിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും RTI പ്രവർത്തകൻ അമിത് തിവാരി ഗൗരവകരമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കപിൽ സിബൽ പ്രഖ്യാപിച്ച ഈ 1 കോടി രൂപയുടെ സംഭാവനയ്ക്ക് 18% GST ബാധകമാണോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിന് അദ്ദേഹം കത്തയച്ചിരിക്കുകയാണ്. രാജ്യത്തെ നികുതി വ്യവസ്ഥകളെയും സാമ്പത്തിക ചട്ടങ്ങളെയും കൃത്യമായി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. വിദ്യാർത്ഥികളുടെ സമരങ്ങളുടെയും വികാരങ്ങളെയും രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നവർക്ക് പിന്നിൽ വൻതോതിലുള്ള സാമ്പത്തിക താൽപ്പര്യങ്ങൾ ഉണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ നിയമങ്ങളെയും സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം ഫണ്ടിങ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് BJPയുടെയും ആവശ്യം. രാഷ്ട്രീയ രംഗത്ത് ആശയപരമായ സംവാദങ്ങളും നയപരമായ ചർച്ചകളുമാണ് നടക്കേണ്ടത്, അല്ലാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമല്ല നടക്കേണ്ടത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ചർമ്മത്തിന് രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുണ്ടെന്ന തരത്തിലുള്ള അപക്വമായ പ്രസ്താവനകളും മോദി പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞു നിൽക്കണമെന്ന തരത്തിലുള്ള പരിഹാസങ്ങളും തികച്ചും അപലപനീയം എന്ന് മാത്രമേ പറയാനുള്ളൂ. രാജ്യത്തിന്റെ ഉന്നമനത്തിനായി രാപ്പകലില്ലാതെ പ്രയത്നിക്കുന്ന ഒരു ജനനായകനെതിരെ ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പാക്കാനാണ് ഈ വിഭാഗക്കാർ ശ്രമിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സ്വന്തം വീട്ടിൽ തിരികെ എത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള പൊള്ളയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിലും
പരീക്ഷകളിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസാക്കിയത് ചരിത്രപരമായ ഒരു നാഴികക്കല്ലായാണ് BJP കാണുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് യുവതീ യുവാക്കളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന പേപ്പർ മാഫിയയെയും അഴിമതിക്കാരെയും കർശനമായി നേരിടാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ഒരു പുതിയ നിയമ ഭേദഗതി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും കർശനമായ ശിക്ഷാ നടപടികളിലൂടെയും പരീക്ഷാ രീതികളെ സമൂലം പരിഷ്കരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാഴാഴ്ച പോസ്റ്റ് ചെയ്ത സെൽഫി സ്റ്റൈൽ വീഡിയോയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയപരമായ വ്യക്തത രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇത്തരം സുപ്രധാനപരമായ നിയമനിർമ്മാണങ്ങളെ ക്രിയാത്മകമായി സ്വാഗതം ചെയ്യുന്നതിന് പകരം അതിലെ ശിക്ഷാരീതികളെയും പ്രായോഗികതകളെയും ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് CJP പോലുള്ള സംഘടനകൾ ശ്രമിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ ഭേദഗതിയിലൂടെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷാ പരിഷ്കരണത്തിലെ പ്രായോഗികതയെ ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന CJP വക്താവ് അശുതോഷ് റാങ്കെയുടെ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണ്. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പരീക്ഷാ തട്ടിപ്പുകളെ പ്രോത്സാഹിപ്പിച്ചവരുടെ മാനസികാവസ്ഥയാണ് അവർക്കുള്ളതെന്ന് വ്യക്തമാകുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനെയും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനെയും എതിർക്കുന്നവർ യഥാർത്ഥത്തിൽ മാഫിയ സംഘങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിയമലംഘകർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരിന്റെ സത്വര നടപടികളെ വഴിതിരിച്ചുവിടാനും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ തിരിക്കാനുമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ ഇവർ ശ്രമിക്കുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ മണ്ഡലം ശുദ്ധീകരിക്കാനുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിയെ തടസ്സപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഈ സംഘടനകൾ തിരിച്ചറിയേണ്ടതുണ്ട്. യുവജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ താൽപര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് ചില കോണുകളിൽ നിന്ന് നടക്കുന്നത്. നീറ്റ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ദില്ലി നടന്ന സമരങ്ങളെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ പാർട്ടിക്ക് പ്രശസ്തി ഉണ്ടാക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടി ശ്രമിച്ചത്. എന്നാൽ സമരങ്ങളുടെ പിന്നിലെ ഫണ്ടിങ്ങും നേതാക്കളുടെ പശ്ചാത്തലവും പുറത്തുവരുമ്പോൾ ഇവരുടെ യഥാർത്ഥ മുഖമാണ് ജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനേക്കാൾ സ്വന്തം സംഘടനകളുടെ വളർച്ചയ്ക്കും പ്രശസ്തിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇത്തരം കപട പ്രസ്ഥാനങ്ങളെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം ഭാരതത്തിലെ യുവജനതയ്ക്കുണ്ടെന്നാണ് BJP വിശ്വസിക്കുന്നത്. യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന വ്യാജ വാഗ്ദാനങ്ങൾക്കും പ്രസ്താവനകൾക്കുമെതിരെ ശക്തമായ ജാഗ്രത പാലിക്കേണ്ടത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഇത്തരത്തിലുള്ള അവസരവാദ രാഷ്ട്രീയത്തെ നഖശിഖാന്തം എതിർക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് രാജ്യം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമെന്നത് അഴിമതിരഹിതമായ സുതാര്യമായ സദ്ഭരണമാണ്. താഴെത്തട്ടിലുള്ള സാധാരണക്കാർക്ക് പോലും സർക്കാർ ആനുകൂല്യങ്ങൾ യാതൊരുവിധ കൈക്കൂലിയുമില്ലാതെ നേരിട്ട് ലഭിക്കുന്ന വ്യവസ്ഥയാണിന്ന് ഭാരതത്തിലുള്ളത്. ഈ മാറ്റം രാജ്യത്തെ കോപ്പറേറ്റീവ് രാഷ്ട്രീയക്കാരെയും അഴിമതികളിലൂടെ വളർന്നു വന്ന പുതിയ കാല നേതാക്കളെയും വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുമുണ്ട്. സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരായവർ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി രക്ഷപ്പെടാൻ നോക്കുന്നത് വിലപ്പോവില്ല. RTI പ്രവർത്തകനായ അമിത് തിവാരിയുടെ അന്വേഷണ ആവശ്യങ്ങളും തുടർ നടപടികളും രാജ്യത്ത് നിയമം അതിൻ്റെ വഴിക്ക് പ്രവർത്തിക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ്. സാമ്പത്തിക സുതാര്യതയും സത്യസന്ധതയും മുഖമുദ്രയാക്കിയ BJPയുടെ ആശയങ്ങൾ രാജ്യത്തുടനീളം വേരോട്ടം നേടുമ്പോൾ ഇതിൻ്റെ വ്യാജ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാലത്തിൻ്റെ അത്രയും പിന്നിലേക്ക് തള്ളപ്പെട്ടു പോകുമെന്നതിൽ സംശയമൊന്നുമില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉത്ഭവവും അവരുടെ നേതാക്കളുടെ വിവാദപരമായ പശ്ചാത്തലവും സമകാലിക ഭാരതീയ രാഷ്ട്രീയത്തിലെ ഗൗരവകരമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും സമര ഫണ്ടുകളുടെ GST പരിശോധനാ ആവശ്യങ്ങളും വ്യക്തമാക്കുന്നത് രാജ്യത്ത് നിയമവാഴ്ച ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെയും അടിസ്ഥാനരഹിതമായ പരിഹാസങ്ങളിലൂടെയും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നോക്കുന്നവർക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. രാജ്യത്തിന്റെ സുസ്ഥിരമായ വികസനത്തിനും സുതാര്യമായ ഭരണത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കാൻ ഭാരതത്തിലെ പൊതുസമൂഹവും യുവജനങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. സത്യവും സുതാര്യതയും മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംസ്കൃതിക്ക് അടിത്തറയിടാൻ ഇത്തരം സംഭവങ്ങളിലുള്ള സമഗ്രമായ അന്വേഷണങ്ങൾ സഹായകരമാകും. ഈ ഒരു വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.